ഓം ശാന്തി. ഞാൻ ഭ്രൂകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു ചൈതന്യ ജ്യോതിർമയ ആത്മാവാണ്. ഞാൻ ബുദ്ധിരൂപി നേത്രത്തിലൂടെ സ്വയം തന്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാ ഈ സാകാര ലോകത്തിൽ നിന്നും ദൂരെ പരമധാമത്തിലിരിക്കുന്ന ചൈതന്യ മഹാജ്യോതി ശിവബാബയെ ഓർമ്മിക്കുന്നു. ബാബയെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ ഓർമ്മയുടെ അലകൾ ബാബയിലേക്ക് എത്തിയപ്പോൾ മഹാജ്യോതി ശിവബാബ സമസ്ത ലോകത്തിലും തൻ്റെ ദിവ്യപ്രകാശം പരത്തിക്കൊണ്ട് എൻ്റെ സന്മുഖത്തിലെത്തി ഉപസ്ഥിതനാകുന്നു. സ്വയം ചൈതന്യ മഹാജ്യോതി ആത്മീയ ദീപനാളം ഞാൻ ആത്മീയ ശലഭവുമായി കൂടിച്ചേരാൻ എത്തിയിരിക്കുകയാണ്. സാക്ഷാത് ചൈതന്യ മഹാജ്യോതി എൻ്റെ പിതാവ് ശിവബാബ എൻ്റെ സന്മുഖത്തിലിരിക്കുന്നു. നാലു ഭാഗത്തും ദിവ്യ പ്രകാശം പരന്നിരിക്കുന്നു. ഞാൻ ശലഭം ശിവപിതാവിൽ സമർപ്പിതമാകുന്നു. സർവ്വതും ബാബയ്ക്ക് അർപ്പിച്ച് ശരീരം, മനസ്സ്, ധനം, സംബന്ധം, സമയം സമ്പൂർണ്ണ സമർപ്പണമാകുന്നു. പവിത്രതയുടെ ദിവ്യ തേജസ് ഞാൻ ചൈതന്യ ജ്യോതി ആത്മാവിലേക്ക് പ്രവാഹിതമാകുന്നു. ഞാൻ ആത്മാവും പ്രകാശിതമാകുന്നു. ദിവ്യ ഊർജത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പവിത്രതയുടെ ദിവ്യ പ്രകാശത്താൽ എൻ്റെ തേജസ് വർദ്ധിക്കുന്നു. എൻ്റെ ദേഹബോധം സമാപ്തമാകുകയാണ്. ഞാൻ ആത്മാഭിമാനിയാകുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്. 5 തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം 5 തത്വങ്ങളിൽ സമാവേശമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചൈതന്യ വിദേഹി ജ്യോതി സ്വരൂപം മാത്രമായിരിക്കുന്നു. എൻ്റെ സമീപം ജ്യോതി സ്വരൂപ ബാബ മറ്റാരുമില്ല. ചുറ്റുപാടും തേജസ്വി പ്രകാശം മാത്രം. ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മങ്ങളുടെ ഭാരം ദീപനാളത്തിൽ എരിഞ്ഞില്ലാതാകുന്നു. ഞാൻ ആത്മാ
സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഞാൻ ചൈതന്യ ജ്യോതി, മഹാജ്യോതി, ശിവബാബയുടെ സമാനം ദിവ്യ പ്രകാശമാകുന്നു. വിശ്വത്തിൽ ദിവ്യ പ്രകാശം പരന്നുകൊണ്ടിരിക്കുന്നു. സർവ ഈയാമ്പാറ്റകളും ദിവ്യ പ്രകാശത്തിൽ ആകർഷിതമായി അർപ്പണമാകാൻ ബാബയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈയാമ്പാറ്റകൾ ദീപനാളത്തെ യഥാർത്ഥ രൂപത്തിൽ അറിയുന്നു, ഓർമ്മിക്കുന്നു, സമർപ്പണമാകുന്നു, ബാബയ്ക്ക് സമാനമാകുന്നു. ബാബയെക്കാളും ഉയർന്ന രാജ്യപദവിയുടെ അധികാരിയായി മാറുന്നു. ബാബ അണയാത്ത ദീപമാണ്. നമ്മൾ ഈ അമ്പാറ്റകൾക്ക് വേണ്ടി ബാബ വന്നിരിക്കുകയാണ്. ഈ അമ്പാറ്റകൾ ദീപത്തിൽ ആഹുതി ചെയ്ത് ശരീരം ഉപേക്ഷിക്കുന്നു. ദീപത്തിൽ പ്രാണൻ ത്യജിക്കുന്നു. ബാബ സദാ പരിശുദ്ധമാണ്. അതിമനോഹരമാണ്. ഞാൻ ശാന്തിധാമത്തിലുള്ളപ്പോൾ പവിത്രമായിരുന്നു. പിന്നീട് പാർട്ട് അഭിനയിക്കുമ്പോൾ സദോ രജോ തമോയിലേക്ക് വരുന്നു. സുന്ദരനിൽ നിന്നും ശ്യാമൻ അഥവാ കറുത്ത് അപവിത്രമാകുന്നു. ഞാൻ ആത്മപവിത്രമാകുമ്പോൾ സ്വർണിമ അവസ്ഥയിലേക്ക് പോകുന്നു. നിരാകാരനായ പരമാത്മാവ് വന്ന് ആത്മാവിനെ പരിശുദ്ധവും പവിത്രവുമാക്കുകയാണ്. ഞാൻ സ്വർഗത്തിലേക്ക് പോകാനായി സ്വാഭാവിക സൗന്ദര്യമുള്ളവനാകുന്നു. സത്യോഗി പുതിയ ലോകത്തിൽ സൗന്ദര്യ ദേവതകളാണ്. ഞാനിപ്പോൾ ആത്മാഭിമാനിയാകാനുള്ള സംസ്കാരം ധാരണ ചെയ്യുന്നു. ഈ അന്തിമ പുരുഷാർത്ഥി ശരീരം വളരെ വിലപ്പെട്ടതാണ്. ഇതിലിരിക്കുന്നത് കൊണ്ട് ഞാൻ വളരെയധികം സമ്പാദിക്കുന്നു. കഴിക്കുന്നതും കുടിക്കുന്നതും ഒരു ബാബയോടൊപ്പമാണ്. പതിത പാവനൻ ഒരേ ഒരു ബാബയാണ്. എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോൾ തീർച്ചയായും പാവനമായി തീരണം. ബാബ മഹാകാലനാണ്. എല്ലാവരെയും ശരീരത്തിൽ നിന്നും മുക്തമാക്കി കൂടെ കൊണ്ടുപോകുന്നു. സുപ്രീം ഗൈഡുമാണ്. ബാബ അനുസരണയുള്ള സത്യമായ പിതാവാണ്. എന്നെ ഡബിൾ കിരീടധാരിയാക്കുന്നു. വിശ്വത്തിൻ്റെയും അധികാരിയാണ്. ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരിയാണ്. ഡബിൾ പൂജയും ഉണ്ടാകുന്നു. ബാബ പറയുന്നു, ഓർമ്മയിലൂടെ മാത്രമാണ് കറയിളകുന്നത്. ഈ ഒരു ജന്മം ബാബയുടെ മതമനുസരിച്ച് ഞാൻ പവിത്ര
പവിത്രമായി മാറുകയാണ്. ബാബ പറയുകയാണ്, ബ്രാഹ്മണരുടെയും ബാബയുടെയും മാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു കർമ്മവും ചെയ്യരുത്. ആത്മാഭിമാനിയായി പൂർണ്ണമായും പവിത്രമായി തീരണം. ഓർമ്മയിലൂടെ പഴയ കറകളെ കളയണം. കേൾക്കുന്നതിനോടൊപ്പം സ്വരൂപമായി മാറി മനസ്സിനെ രമിപ്പിക്കുന്ന ശക്തിശാലിയാകൂ. ഇത് ബാബയുടെ വരദാനമാണ്. ദിവസവും മനസ്സിൽ സ്വയത്തെ പ്രതിയോ മറ്റുള്ളവരെ പ്രതിയോ ഉന്മേഷോത്സാഹത്തിന്റെ സങ്കല്പം കൊണ്ടുവരുന്നു. സ്വയവും സങ്കല്പത്തിന്റെ സ്വരൂപമാകുന്നു. മറ്റുള്ളവർക്കും ഉത്സാഹം ഉണർത്തിക്കൊടുക്കുന്നവരാകാൻ സാധിക്കുന്നു. കേൾക്കുന്നതിന്റെ സ്വരൂപമാകുമ്പോൾ ശക്തിശാലിയാകുന്നു. മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്തുന്നതിന് മുമ്പ് സ്വയത്തെ പരിവർത്തനപ്പെടുത്തൂ. ഇതാണ് വിവേകം. ഓം ശാന്തി.